വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മെഡിസിനും എടുക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ എങ്ങനെ പ്രഗ്നൻ്റ് ആകാം എന്നതിനെ പറ്റിയിട്ട്. ആ ടിപ്സ് നമ്മൾ ഒരുപാട് മെഡിസിൻ എടുക്കേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടതല്ല കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിസ്സാരമായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് ആ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ സക്സസ് സ്റ്റോറി നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു മെഡിസിനും എടുക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകണമെന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 9 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയല്ല, റീസെൻ്റ് ആയിട്ട് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. PCOD ഉള്ളവരാണെങ്കിലും മറ്റെന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കൺസീവ് ആകണമെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു ഡോക്ടർ വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും തന്നെ അത് കേട്ടിട്ടുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും അവർക്ക് ഓവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോഴേക്കും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ കോണ്ടാക്റ്റിനെ പറ്റിയിട്ടാണ്. കോണ്ടാക്ട് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു 80% വരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് പ്രഗ്നൻസി നോക്കുക. വളരെ സമാധാനത്തോടു കൂടി ഒട്ടും ടെൻഷൻ ഇല്ലാതെ ആൻസൈറ്റി ഇല്ലാതെ ട്രൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ഒരിക്കലും ഓവർഡു ചെയ്യരുത്. ഓവർഡു എന്ന് പറയുന്നത് ചില ആളുകൾ ഡേ 1 മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഒരു ദിവസത്തിൽ 2-3 തവണ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു പ്ലഷർ ഉണ്ട്, ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഉണ്ട്. ഓവർഡു നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് അത് പ്ലഷറിൽ നിന്ന് മാറിയിട്ട് നേരെ മറിച്ച് അതൊരു പ്രഷറായിട്ട് മാറുന്നു. ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്നു, ടയേർഡ്നെസ് ഉണ്ടാകുന്നു, കോണ്ടാക്ട് ചെയ്യുന്നതിനോട് തന്നെ ഒരു വിരക്തി അനുഭവപ്പെടുന്ന സിറ്റുവേഷൻസും ഉണ്ടാകുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും കോണ്ടാക്ട് ഓവർഡു നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. വീക്ക്ലി 3 ടൈംസോ ഓൾട്ടർനേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടൊക്കെയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. വീക്ക്ലി 3 ടൈംസ് പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മാക്സിമം ആ ഒരു എഗ് എത്തുന്ന സമയം വരെ നമ്മുടെ ശരീരത്തിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേം സെൽസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും ഓവർഡോ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടോപ്പിക്കാണ്, അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടൈൽ ടൈം പീരീഡിലാണ്. നമുക്ക് ഓവുലേഷൻ നടക്കുന്ന ദിവസം, ഇന്നിപ്പോൾ ഒരു 14ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നതെങ്കിൽ ഒരു 10 ദിവസം മുൻപ് മുതൽ ഒരു 16ാമത്തെ ദിവസം വരെ നിങ്ങൾക്ക് ഫെർട്ടൈൽ ടൈം പീരീഡ് ആണ്. കാരണം ഈ ഒരു സമയത്ത് എപ്പോ വേണമെങ്കിലും എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് നിങ്ങൾക്ക് കൂടുതലാണ്. നമ്മൾ നോർമലി പറയുന്ന 14th ഡേ ഓവുലേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാലും ചില കണ്ടീഷൻസ് വെച്ചിട്ട് വളരെ നേരത്തെയോ ചില കണ്ടീഷൻസ് വെച്ചിട്ട് വളരെ വൈകിയോ ഓവുലേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെർട്ടൈൽ ടൈം പീരീഡിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇറഗുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതായത് ഓവർഡോ ചെയ്യാതെ വീക്ക്ലി 3 ടൈംസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ഫോളോ ചെയ്യേണ്ട ടിപ്പ്. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരിക്കലും ലൂബ്രിക്കൻസ് ആയിട്ട് സലൈവയോ കോക്കനട്ട് ഓയിലോ എഗ് വൈറ്റോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നാച്ചുറലി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന സെർവിക്കൽ മ്യൂക്കസ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആ ഒരു മൂവ്മെന്റും അതുപോലെ അതിന്റെ ആ ഒരു സ്പേമിന്റെ എഫിഷ്യൻസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന്. ഇത് അതിനൊരു പോസിറ്റീവ് എനർജി കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് സ്പേമിനെ നന്നായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യുന്നു. ബാക്കിയുള്ള എന്തെങ്കിലും ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ലൂബ്രിക്കൻസ് ആണെങ്കിലും അത് സ്പേം ഫ്രണ്ട്ലി ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാത്ത ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലഷർ കിട്ടുന്നു എന്നല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും നിങ്ങൾക്കത് ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ.
നാച്ചുറലി ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ ലൂബ്രിക്കൻ്റ് ഒട്ടും തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ്, പക്ഷേ സെർവിക്കൽ മ്യൂക്കസിൻ്റേതുപോലെ തന്നെ ശരീരത്തിൽ ആ ഒരു റീപ്രൊഡക്ഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫെർട്ടൈൽ ടൈം പീരീഡ് മുഴുവനും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. നേരത്തെ മുതൽ കുടിച്ചു തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ എസ്പെഷ്യലി ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ഒരു 8 ദിവസമൊക്കെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് കിഡ്നി നന്നായിട്ട് പ്രവർത്തിക്കുകയും ബോഡിയിലെ ടോക്സിൻസ് റിമൂവ് ആക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിന് നല്ല ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ഒപ്പം സെർവിക്കൽ മ്യൂക്കസ് നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും ഒരു 8 to 10 കപ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. സൺസെറ്റിന് മുൻപ് ഉപയോഗിച്ച് തീർക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷനാണ്. ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ടൈം പീരീഡിൽ നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള പൊസിഷൻ എടുക്കാനായിട്ട് നോക്കുക. ഇത് നമുക്ക് ഡൗൺവേർഡ് ആയിട്ടുള്ള രീതിക്ക് ഒരു സീസോ, പാർക്കിൽ സീസോ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിക്ക് ഡൗൺവേർഡ് ആയിട്ട് നിങ്ങളുടെ ബോഡി പോകുന്ന തരത്തിലുള്ള ഒരു പൊസിഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോൾഡറിൽ ലെഗ്സ് വരുന്ന പൊസിഷൻ, സ്ത്രീയുടെ ലെഗ്സ് പുരുഷന്റെ ഷോൾഡറിൽ വരുന്ന പൊസിഷനും ഡോഗി സ്റ്റൈലും മിഷണറി പോസും ഈ ഒരു സമയത്ത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന തരത്തിലുള്ള പൊസിഷൻസ് ആണ്. ആ പൊസിഷൻസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. വുമൺ ഓൺ ടോപ്പ് പോലുള്ള പൊസിഷൻസിൽ ഗ്രാവിറ്റി ഫോഴ്സ്, നിങ്ങൾ പെട്ടെന്ന് എഴുന്നേക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് ആകുമ്പോഴേക്കും കുറച്ചധികം സ്പേം സെൽസ് പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്പേം സെൽസ് അതിനോടകം സ്വിം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും, എഗ്ഗിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യാത്ര തുടങ്ങിയിട്ടുണ്ടാകും. എന്നിരുന്നാൽ കൂടി തന്നെയും വേസ്റ്റേജ് മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോർപ്ലേ എന്ന് പറയുന്നത്. പുരുഷന് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു, എന്നാൽ സ്ത്രീ ആ ഒരു മൂഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോർപ്ലേയിലൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിലോട്ട് സ്ത്രീയെ എത്തിച്ചതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു പൊസിഷനിലോട്ട് എത്തുമ്പോഴേക്കും അതിന്റെ ഒരുപാട് റിയാക്ഷൻസ് ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും സ്ത്രീകൾക്ക്. അതായത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും, സെർവിക്സ് നന്നായിട്ട് പ്രവർത്തിക്കും, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ആ ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ഫെർട്ടിലൈസേഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫോർപ്ലേ ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടും കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രഗ്നൻസി കിട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫോർപ്ലേക്കും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുരുഷന്മാരും കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 60 സെക്കൻഡ്സ് കേട്ടോ, 60 സെക്കൻഡ്സ് വരെയെങ്കിലും നിങ്ങൾ ആ പൊസിഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കുക. പെട്ടെന്ന് തന്നെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഒരു പുൾ ഔട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് സ്പേം സെൽസ് കുറച്ചധികം പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് അവിടെ വർദ്ധിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 60 സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് എങ്കിലും ആ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പയ്യെ സെപ്പറേറ്റ് ആകാനായിട്ട് നോക്കുക. പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിച്ച് പെട്ടെന്ന് തന്നെ പുൾ ഔട്ട് ചെയ്യുമ്പോഴേക്കും ആ വരുന്നതിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തേക്ക് കൂടുതൽ വരുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അത്. എട്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ടോയ്ലറ്റിലോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ടോയ്ലറ്റിൽ പോയി നമ്മൾ വാഷ് ചെയ്യുന്നത് ഒരിക്കലും സ്പേമിന്റെ ആ ഒരു മീറ്റ് ചെയ്യുന്നതിന് അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സപ്പോർട്ട് ബോഡിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ വാഷ്റൂമിൽ പോവുകയും യൂറിനേറ്റ് ചെയ്യുകയും വേണം. കാരണം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സോളം നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. 15 മിനിറ്റ്സിന് ശേഷം യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോവുക. അവിടെ ചെന്നിട്ട് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക. അതായത് നമ്മുടെ ഒരു സറൗണ്ടിങ്സ് മാത്രം, ഉള്ളിലോട്ട് നിങ്ങൾ അങ്ങനെ, അതായത് വജൈനൽ പോർഷൻ നിങ്ങൾ അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ആ ഒരു തൊടയുടെ ഭാഗമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് വെള്ളം അടിച്ചിട്ട് ഹാൻഡ് ഷവറൊക്കെ ഉപയോഗിച്ച്
ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പ്രഷറിലൊന്നും അവിടെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മസ്റ്റായിട്ട് യൂറിനേറ്റ് ചെയ്യണം. അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ടിപ്പും ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ കിടക്കണമെന്ന് പറഞ്ഞല്ലോ ബെഡിൽ. അത് ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിലോ അല്ലെങ്കിൽ പില്ലോ ഓൺ ദ ഹിപ്പ് ആയിട്ടുള്ള പൊസിഷനിലോ കിടക്കുന്നത് നല്ലതാണ്. നേരത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രാവിറ്റി കീഴ്പോട്ടേക്ക് ആവാനായിട്ടുള്ള നമുക്ക് ആ ഒരു നമ്മുടെ ബോഡി ഒരു സ്ലൈഡിങ് പൊസിഷനിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ബോഡിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കിടക്കുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിൽ കിടക്കാതെ പയ്യെ ഒന്ന് നീങ്ങിയിട്ടാണെങ്കിലും ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിൽ കിടക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ആ കിടക്കുന്ന സൈഡിൽ തന്നെ നമ്മുടെ പില്ലോ എടുത്ത് അടുത്ത് വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. പില്ലോ നമ്മുടെ ഹിപ്പിന്റെ പോർഷനിൽ വെക്കുന്നതും പെട്ടെന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടാണ് ബോഡിക്ക്. നമ്മൾ ഒരുപാട് അഡ്വേഴ്സ്ലി അത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ബോഡിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഇതിലെങ്കിലും പ്രഗ്നൻസി കിട്ടുമോ കിട്ടില്ലേ എന്നൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവാനായിട്ട് പാടില്ല. കാരണം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മുടെ സ്ട്രെസ് ഒക്കെ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ആകും, മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകും, ബോഡി ഒന്ന് റീബൂട്ട് ആവുന്നത് പോലെയൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. മൈൻഡ് നല്ല പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നോക്കുക. എന്തൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതെല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ആ ഒരു രീതിക്ക് തന്നെ സംഭവിച്ചു പോകും. അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ ആവാതെ ബാക്കിയുള്ള ആ ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലൂട്ടിയൽ ഫേസ് വരെ നിങ്ങൾ നോർമൽ ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും പോകാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ ഫെർട്ടൈൽ ടൈം പീരീഡ് വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആഫ്റ്റർ ഓവുലേഷൻ നമ്മുടെ ലൂട്ടിയൽ ഓവുലേഷൻ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടൈൽ വിൻഡോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ ഓവുലേഷൻ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. കാരണം ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ഓവുലേഷൻ ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനോ പീരിയഡ്സ് നേരത്തെ വരുന്നതിനോ കാരണമാകും. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് ഫോഴ്സ്ഫുള്ളി അല്ലാതെ സ്ത്രീകൾ ഫുള്ളായിട്ട് വില്ലിങ് ആയതിനു ശേഷം മാത്രം ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ബോഡിക്ക് ഒരു കെയർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.